ഓഫീസ് പൊളിറ്റിക്സ്. ഓഫീസിലെ ടോക്സിക് ആളുകളെ കൈകാര്യം ചെയ്യാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നിങ്ങളെ ചൂഷണം ചെയ്യാൻ നോക്കുന്നവർക്ക് ഇങ്ങനെ മറുപടി നൽകൂ. ജോലിസ്ഥലത്തെ വർക്ക് പ്ലേസ് സർവൈവൽ ഗൈഡ്. ജോലിസ്ഥലത്തെ പൊളിറ്റിക്സിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഐഡിയകൾ മറ്റാരെങ്കിലും സ്വന്തമാക്കാറുണ്ടോ? നിങ്ങൾക്കാവശ്യമില്ലാത്ത പണികൾ നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിത്തരാൻ ചിലർ എപ്പോഴും ശ്രമിക്കാറുണ്ടോ? അതെ, ഓഫീസ് പൊളിറ്റിക്സ് എന്നത് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പക്ഷപാതം, പരദൂഷണം, പിന്നിൽ നിന്ന് കുത്തുക. ഇത്തരം നെഗറ്റീവ് സാഹചര്യങ്ങളിൽ പെട്ടുപോകാതെ നിങ്ങളെ ചൂഷണം ചെയ്യാൻ വരുന്നവരെ വായടപ്പിക്കാൻ പ്രൊഫഷണലായി ഉപയോഗിക്കാൻ കഴിയുന്ന ചില പവർഫുൾ ഡയലോഗുകൾ ഇതാ. സാഹചര്യം 1. വ്യാജ അടിയന്തരാവസ്ഥ. ചില ആളുകൾക്ക് എപ്പോഴും ധൃതിയാണ്. അവരുടെ പണികൾ നിങ്ങളുടെ തലയിൽ വെച്ച് തരാൻ അവരെപ്പോഴും പറയും, ഇത് പെട്ടെന്ന് തീർക്കണം, വളരെ അർജന്റാണ്. അപ്പോൾ പെട്ടെന്ന് യെസ് പറയാതെ ഇങ്ങനെ മറുപടി നൽകുക: എന്റെ നിലവിലെ മറ്റു പ്രോജക്റ്റുകൾ പരിശോധിച്ച ശേഷം ഞാൻ മറുപടി പറയാം. സാഹചര്യം 2. കുറ്റബോധം തോന്നിപ്പിക്കൽ. നീ സഹായിച്ചില്ലെങ്കിൽ ഞാൻ പെട്ടുപോകുമെന്ന് പറഞ്ഞ് അനാവശ്യമായി സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുമ്പോൾ വൈകാരികമായി പ്രതികരിക്കാതെ നിഷ്പക്ഷമായി പറയുക: ഇത് നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എങ്കിലും എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കിത് ഏറ്റെടുക്കാൻ കഴിയില്ല. സാഹചര്യം 3. നിങ്ങളുടെ അതിരുകൾ ലംഘിക്കുമ്പോൾ. ഒരു ചെറിയ സഹായം ചെയ്യാമോ എന്ന് ചോദിച്ചുവന്ന് വലിയ പണികൾ ചെയ്യിക്കാൻ ശ്രമിക്കുന്നവരോട് കൃത്യമായി ചോദിക്കുക: ഇതിന്റെ വ്യാപ്തിയും ടൈംലൈനും ഒന്ന് വ്യക്തമാക്കാമോ? കാരണം അത് എന്റെ നിലവിലെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്ന കാര്യമല്ല. സാഹചര്യം 4. ഗ്യാസ് ലൈറ്റിംഗ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ തെറ്റാണെന്ന് വരുത്തി തീർക്കാനും വാദിക്കാനും അവർ ശ്രമിക്കുമ്പോൾ ഒരിക്കലും തർക്കിക്കാൻ നിൽക്കരുത്. പകരം പറയുക: നമുക്ക് രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ ഓർമ്മകളാണുള്ളത്. ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഇനി മുതൽ നമുക്ക് കാര്യങ്ങൾ ഇമെയിൽ വഴിയോ എഴുതിയോ സൂക്ഷിക്കാം, ഇൻ റൈറ്റിംഗ്. ഇനി ഇത്തരം ഡയലോഗുകൾ പറഞ്ഞിട്ടും കാര്യങ്ങൾ മാറുന്നില്ല എങ്കിൽ ഓഫീസ് പൊളിറ്റിക്സിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെടാൻ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായും ശീലിക്കണം. 1. നിഷ്പക്ഷത പാലിക്കുക. ഓഫീസിലെ പരദൂഷണങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുക. ഇത്തരം ചർച്ചകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഒരു കാരണമുണ്ടാക്കി പതുക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുക. 2. ഗ്രേ റോക്ക് മെത്തേഡ്. പരദൂഷണം പറയാൻ മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരോട് വളരെ താൽപ്പര്യമില്ലാതെ വളരെ ചെറിയ മറുപടികൾ മാത്രം നൽകുക. അതെ, ശരി, എന്നതിനപ്പുറം അവരുമായി സംസാരിക്കാതിരിക്കുക. അവർ നിങ്ങളെ ഒഴിവാക്കി പൊയ്ക്കൊള്ളും. 3. ഡോക്യുമെന്റേഷൻ. ജോലിസ്ഥലത്ത് നിങ്ങളെ ആർക്കും പിന്നിൽ നിന്ന് കുത്താതിരിക്കാൻ എപ്പോഴും കൃത്യമായ ആശയവിനിമയം നടത്തുക. പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും സംഭാഷണങ്ങളും ഇമെയിൽ വഴി മാത്രം നടത്താൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ഈ ഡയലോഗുകൾ പറയുമ്പോൾ അനാവശ്യമായ വിശദീകരണങ്ങളോ ക്ഷമ ചോദിക്കലോ ഒഴിവാക്കുക. തികഞ്ഞ ശാന്തതയോടെ മുഖത്ത് നോക്കി സംസാരിക്കുക. ജോലിസ്ഥലത്ത് നിങ്ങളുടെ മാനസിക സമാധാനത്തേക്കാൾ വലുതൊന്നും മറ്റൊന്നുമില്ല. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ഇത്തരം അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.